വെൽക്കം ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കൈൽ ഹാലൈറ്റ്സ് ആണ് കേട്ടോ. സോ എന്താണ് ആൽക്കൈൽ ഹാലൈറ്റ്സ്, അതിൻ്റെ കുറേ സ്പെക്കുകൾ എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആൽക്കൈൽ ഹാലൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ആൽക്കൈൽ ഹാലൈറ്റ്സ് ആർ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് എ ഹാലോജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു കാർബൺ. പേര് പറയുന്നത് പോലെ തന്നെ കാർബൺ ആറ്റത്തിന്റെ കൂടെ ഒരു ഹാലോജൻ ആറ്റം ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. കാർബൺ ആറ്റത്തിന്റെ കൂടെ ഒരു ഹാലോജൻ ആറ്റം ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാവും. സോ എക്സാമ്പിൾ മീഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ബ്രോമൈഡ് ഒക്കെയാണ് എക്സാമ്പിൾ. സോ ജനറൽ ഫോർമുല RX അല്ലെങ്കിൽ C, ലൈക്ക് 3 കാർബൺ ഉണ്ടാവും ആൻഡ് ഒരു ഹാലോജൻ, ഇതായിരിക്കും നോർമലി ഉണ്ടാവുക. സോ ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് നമ്മൾ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ഈ ഹാലൈഡിന്റെ ആറ്റം എവിടെയാണ് പ്ലേസ് ചെയ്യുന്നു എന്ന് വെച്ചാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദ എക്സ് ആറ്റം ഈസ് അറ്റാച്ച് ടു പ്രൈമറി, സെക്കൻഡറി ഓർ ടെറിഷറി കാർബൺ. അതായത് പ്രൈമറി കാർബണിലാണോ, സെക്കൻഡറി കാർബണിലാണോ, അതോ ടെറിഷറി കാർബണിലാണോ നമ്മൾ ഈ വെക്കുന്ന ഈ എക്സ് എന്ന് പറഞ്ഞ ഹാലോജൻ അല്ലേ. സോ ഹാലോജൻ ആറ്റം എവിടെയാണ് നമ്മൾ വെക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് ഇത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെറിഷറി ആണോ നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറയാം. സോ ആൽക്കൈൽ ഹാലൈഡ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ഫോളോയിങ് മെത്തേഡ്. The first one is halogenation of alkane. So alkane നമ്മൾ ക്ലോറിനോ അല്ലെങ്കിൽ Cl2 അല്ലെങ്കിൽ Br2 ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാണ് യുവിന്റെ പ്രസൻസിൽ 400 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ചൂടാക്കുവാണ് എന്നുണ്ടെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സും പോളി ഹാലോജൻ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞാലോ, അതായത് ആൽക്കെയിൻസ് Cl2 അല്ലെങ്കിൽ Br2 റിയാക്ട് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് UV ലൈറ്റ് ആണ് 400 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൽക്കൈൽ ഹാലൈറ്റ്സുകൾ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ പോളി ഹാലോജൻ ഡെറിവേറ്റീവും കൂടെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു മെത്തേഡ് നമുക്ക് ലബോറട്ടറിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടാണ്. ഇനി അഡീഷൻ ഓഫ് ഹാലോജൻ ആസിഡ് ടു ആൽക്കെയിൻസ് ആണ് കേട്ടോ. സോ അതായത് ഹാലോജൻ എന്താണ് ചെയ്യുന്നത്, ഹാലോജൻ ആസിഡ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ HCl, HBr പോലുള്ള ഹാലോജൻ ആസിഡ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽക്കീൻസ് ആഡ് ടു ആൽക്കീൻസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽക്കൈൽ ഹാലൈറ്റ്സ് കിട്ടും. സിമ്പിളാണ്. നമ്മളതിൽ ഹാലോജൻ ആസിഡ്സ് ഉണ്ടാവും, അത് നമ്മൾ ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽക്കൈൽ ഹാലൈറ്റ്സ് കിട്ടും. അതിൻ്റെ കുറച്ച് സ്റ്റെപ്സുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടും ആണ്, വെരി ഇമ്പോർട്ടൻറ്റും ആണ്. സോ ആൻഡ് നെക്സ്റ്റ് തേർഡ് വൺ, ആക്ഷൻ ഓഫ് ഹാലോജൻ ആസിഡ് ഓൺ ആൽക്കഹോൾ. ആൽക്കഹോളിൽ എങ്ങനെയാണ് ഹാലോജൻ ആസിഡ്സ്, ഇവിടെയും സെയിം തന്നെയാണ്. ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ ഹാലോജൻ ആസിഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാലോജൻ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം, അതായത് ഇപ്പോൾ എക്സാമ്പിൾ HBr ഓർ HI2 പ്രൊഡ്യൂസ് ആൽക്കൈൽ ബ്രോമൈഡ് ഓർ ആൽക്കൈൽ അയോഡൈഡ്സ്. ഒന്നെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡോ അല്ലെങ്കിൽ ആൽക്കൈൽ അയോഡൈഡ്സ് നമുക്ക് കിട്ടും. സോ ആൽക്കൈൽ ക്ലോറൈഡ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ഡ്രൈ HCl. സോ എങ്ങനെയാണ് ആൽക്കൈൽ ക്ലോറൈഡ് നമുക്ക് കിട്ടുക, നമുക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ഡ്രൈ HCl. ഡ്രൈ HClലും സിംഗിൾ ക്ലോറൈഡ് കാറ്റലൈസും കൂടെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൽക്കൈൽ ക്ലോറൈഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സോ 3 ഞാൻ പറയുന്നുള്ളൂ, അധികം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സോ 3 പഠിച്ചാൽ മതിയാകും. സോ ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുവാണെങ്കിൽ ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ ആണ്. CH3Cl, CH3Cbr, CH3F ആൻഡ് CH3CH2Cl ഒക്കെ എന്താണ്, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ ആൻഡ് അതൊക്കെ എല്ലാം ഈ ഹാലോജൻ കണ്ടന്റിങ് അടങ്ങിയിട്ടുള്ള എല്ലാ എന്താണ് ഈ ഹാലോജൻ കോമ്പൗണ്ട്സുകളും റൂം ടെമ്പറേച്ചറിലെ ഗ്യാസ് ആണ്. പിന്നെ അതർ ആൽക്കൈൽ ഹാലൈറ്റ്സുകൾ വെച്ച് നോക്കുവാണെങ്കിൽ C18 വരെ, അപ് ടു C18 ആണെങ്കിൽ കളർലെസ് ലിക്വിഡ് ആയിരിക്കും. അതിനുശേഷം C18 ശേഷമുള്ള സോൾഡ് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ആൽക്കൈൽ ഹാലൈറ്റ്സുകളെല്ലാം ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്, പക്ഷേ സോലബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ആണ്, ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്. പിന്നെ അത് മാത്രമല്ല ആൽക്കൈൽ ബ്രോമൈഡും അയഡൈഡും ഡെൻസർ ദെൻ വാട്ടർ, വെള്ളത്തിനേക്കാളും ഡെൻസർ ആണ് ആര്, ആൽക്കൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആൽക്കൈൽ ക്ലോറൈഡ് ആൻഡ് ഫ്ലൂറൈഡ്സ് ആർ ലൈറ്റർ ദെൻ വാട്ടർ. സോ ഇത് രണ്ടും വെള്ളത്തിനേക്കാൾ ലൈറ്റർ ആണ്. സോ ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. സോ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ് എല്ലാം ഭയങ്കര റിയാക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. അവർ സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, റിഡക്ഷൻ പോലുള്ള റിയാക്ഷൻസ് ഒക്കെ നടക്കും. അതുമാത്രമല്ല ആൽക്കൈൽ ഹാലൈഡ്സ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ആൽക്കൈൽ ഹാലൈഡ്സ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സും ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ SN2 റിയാക്ഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ഇതിൽ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
സോ റിയാക്ഷൻ ബിറ്റ്വീൻ മീഥൈൽ ബ്രോമൈഡ് ആൻഡ് ഹൈഡ്രോക്സിഡ് അയോൺ ടു ഈഡ് മെത്തനോൾ. അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മീഥൈൽ ബ്രോമൈഡ് ഉണ്ടാകും ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺ ഉണ്ടായിരിക്കും. സോ ഈൽഡ് മെത്തനോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. സോ ഇതിനൊരു സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് കേട്ടോ. അതായത് റേറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻ. ഈ രണ്ട് റിയാക്ടനും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് പ്രകാരമായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ആ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിയാക്ഷൻ ബിറ്റ്വീൻ മീഥൈൽ ബ്രോമൈഡ് ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺ ടു ഈൽഡ് മെത്തനോൾ ഫോളോയിങ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും കേട്ടോ. സോ സിംപ്ലസ്റ്റ് വേ ഈ കൈനറ്റിക്സ് അക്കൗണ്ട് ഫോർ കൈനറ്റിക്സ് ടു അസ്യൂം ദ റിയാക്ഷൻ റിക്വയർഡ് എ കൊളിഷൻ ബിറ്റ്വീൻ എ ഹൈഡ്രോക്സൈഡ് അയൺ ആൻഡ് മീഥൈൽ ബ്രോമൈഡ് മോളിക്യൂൾ. സോ ബേസിക്കലി ഈ ഹൈഡ്രോക്സൈഡ് അയണും മീഥൈൽ ബ്രോമൈഡ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, തമ്മിലൊരു കൊളിഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തമ്മിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. ദ ഹൈഡ്രോക്സൈഡ് അയൺ സ്റ്റേ ഫ്രം എവേ ആസ് പോസിബിൾ ഫ്രം ബ്രോമൈഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഹൈഡ്രോക്സിൽ അയൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രോമിൻ്റെ അടുത്ത് നിന്ന് എത്രത്തോളം ദൂരെ നിൽക്കാവോ അത്രത്തോളം ദൂരെ നിൽക്കാനായിട്ട് ശ്രമിക്കും. അതായത് ഇറ്റ് അറ്റാക്ക് ദ മോളിക്യൂൾ ഫ്രം റിയർ ആൻഡ് ബീയിങ് ടു ഓവർലാപ്പ് വിത്ത് ടെയിൽ ഓഫ് ദി sp3 ഹൈബ്രിഡ് ഓർബിറ്റ് ഹോൾഡിംഗ് ബിയ. ദ റിയാക്ഷൻ ഇസ് ബിലീവ് ടു ടേക്ക് പ്ലേസ് as shown. അപ്പോൾ അതായത് ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അതായത് എന്താ ചെയ്യുക, ഈ ഹൈഡ്രോക്സൈഡ് അയൺ എത്രത്തോളം ബ്രോമിനിൽ നിന്ന് ദൂരെ നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ദൂരെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവർ തമ്മിൽ എന്തില്ല, ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. ഇവർ ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ആവാനിരിക്കുന്നത് പോലെയാണ് ഹൈഡ്രോക്സൈഡ് അയണും ബ്രോമൈഡും ഉള്ളത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ് അറ്റാക്ക് ദ മോളിക്യൂൾ ഫ്രം ദ റിയർ ആൻഡ് ബീങ് ഓവർലാപ്പ്. അപ്പം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എന്ത് ചെയ്യാൻ, മാറാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക വിത്ത് ടെയിൽ ഓഫ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. സോ എന്താണ് അതിന്റെ വിത്ത് ടെയിൽ ഓഫ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ വെച്ചിട്ട് BR ഹോൾഡ് ചെയ്ത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ അറിയാം, ഇവിടെ കണ്ടോ ഈ റിയാക്ഷനിൽ ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ നമ്മളെ ഈ ഹൈഡ്രോക്സൈഡ് അയൺ ഇരിപ്പുണ്ട്, ബ്രോമിൻ ഇരിപ്പുണ്ട്. സോ sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, BR ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, അത് മാറുക, ഇൻവേഴ്സ് നടക്കുകയാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കി അറിയാം, കണ്ടോ ഇവിടെ BR കിടപ്പുണ്ട്, പിന്നെ ഹൈഡ്രോക്സൈഡ് അയൺ കിടപ്പുണ്ട്. സോ sp3 ഹൈബ്രിഡിലാണ് BR ഓർഡർ പിടിച്ചിട്ടുള്ളത്. കണ്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ അവിടെ ഇൻവേഴ്സ് നടന്നു, ഇപ്പുറത്തെ ഇൻവേഴ്സ് നടന്നു. ഇങ്ങനെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, കൊളിഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം എന്നാണ് പറയുന്നത്. സോ ജസ്റ്റ് നോക്കി വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും നോക്കി വെക്കുക, റിയാക്ഷന് എങ്ങനെയെങ്കിലും പഠിക്കാൻ നോക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. TS ദ കാർബൺ ഇസ് പാർഷ്യലി ബോണ്ടഡ് ടു ബോത്ത് OH ആൻഡ് BR. സോ ഇവിടെ നമ്മൾ TS നോക്കുവാണെങ്കിൽ കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്, OH-നോടും BR-നോടും ഒരുപോലെ ബോണ്ട് ചെയ്ത് നിൽപ്പുണ്ട് അല്ലെ, കാര്യം കാർബൺ ആണല്ലോ പിടിച്ചേർത്തുന്നത്. സോ COH ബോണ്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫോം. പക്ഷേ കാർബണും OH-ഉം വെച്ച് നോക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫോംഡ് അല്ല. എന്നാൽ കാർബണും ബ്രോമിനും ആണെങ്കിലോ അത് കംപ്ലീറ്റ്ലി ബ്രോക്കണും അല്ല, ഫോംഡും അല്ല, ബ്രോക്കണും അല്ല. അപ്പോൾ ഹൈഡ്രോക്സൈഡിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ഡിമിനിഷ്ഡ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ബിഗൺ ടു ഷെയർ ഇലക്ട്രോൺ വിത്ത് കാർബൺ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇലക്ട്രോൺസുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ബ്രോമിൻ ഹാസ് ഡെവലപ്പ് നെഗറ്റീവ് ചാർജ്, ബ്രോമിൻ ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാർഷ്യലി റിമൂവ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം കാർബൺ. അതുകൊണ്ട് കാർബൺ നിന്ന് പാർഷ്യലി എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു, അയൺ ഡൈപോൾ ബോണ്ട് ബിറ്റ്വീൻ ഹൈഡ്രോക്സൈഡ് അയണും സോൾവെന്റും ബ്രേക്ക് ആവുകയും ചെയ്യും. അപ്പം ഇതെങ്ങനെയാണ് ഈ ഇൻവേഴ്സ് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ OH-ൻ്റെയും BR-ൻ്റെ അവസ്ഥ മനസ്സിലാക്കി. OH എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിമിനിഷ്ഡ് നെഗറ്റീവ് ചാർജാണ്. പക്ഷേ ബ്രോമിൻ അങ്ങനെയല്ല, അവർക്ക് ഓൾറെഡി പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ കാർബണിന് ഇലക്ട്രോൺസിന് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. അതേ സമയത്ത് നമ്മുടെ അയൺ ഡൈപോൾ ബോണ്ട് ഉണ്ട്, ഹൈഡ്രോക്സൈഡ് അയണും ഉണ്ട്, പിന്നെ സോൾവെന്റ് ബ്രോക്കൺ ആവുന്നു. അയൺ ഡൈപോൾ ബോണ്ട് ബിറ്റ്വീൻ ബ്രോമിൻ അയഡിനും സോൾവെന്റും അവിടെ ഫോം ചെയ്യുക. അപ്പം നമ്മളൊരു സോൾവെന്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ OH എന്ത് ചെയ്യുന്നു, C3 ബോണ്ടുമായിട്ട് അറ്റാച്ച് ആവുകയും 120 ഡിഗ്രിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു, ആ ഒരു സ്പൈക്ക് അറേഞ്ച്മെന്റിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ OH-ഉം ബ്രോമിൻ്റെയും അറ്റാച്ച്മെന്റും അതിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കുക, എന്നാൽ മാത്രമേ ബാക്കി നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി ആണ്. സോ നമ്മുടെ ഈ SN2 റിയാക്ഷന്റെ സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചിട്ട് നമ്മൾ 2 ബ്രോമോ ഒക്ടേനും 2 ഒക്ടേനും വെച്ചിട്ടാണ് നമ്മൾ എക്സാമ്പിൾ ഇട്ട് പറയുന്നത്. സോ അതെങ്ങനെയാണ് അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ഐഡിയ ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് SN2 റിയാക്ഷൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഇത് എഴുതുന്നത് അത്രയും എളുപ്പമാണ്, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
കെമിസ്ട്രിക്കകത്ത് ബ്രോമോ ഒക്ടീനും ഒക്ടനോളും വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ദ ബ്രോമിൻ ആൻഡ് ദ ആൽക്കഹോൾ ആസ് സിമിലർ കോൺഫിഗറേഷൻ. ഇവിടെ ബ്രോമിനും ആൽക്കഹോളിനും എന്താണ് സിമിലർ കോൺഫിഗറേഷൻ ആണ്. അതായത് OH occupy the same relative position in the alcohol. OH എന്ന് വെച്ചാൽ ആൽക്കഹോളിൻ്റെ സെയിം റിലേറ്റീവ് പൊസിഷനിൽ തന്നെയാണ് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ആസ് ബ്രോമിൻ ഡസ് ഇറ്റ് ബ്രോമൈഡ്. സോ ബ്രോമിൻ ആണെങ്കിലോ ബ്രോമൈഡ് ആയിട്ടുമാണ്. സോ ബേസിക്കലി എന്താ പറഞ്ഞത്, ബ്രോമൈഡ് നെഗറ്റീവ് ആണ്, ആൽക്കഹോൾ നെഗറ്റീവ് ആണ്. സോ ബേസിക്കലി രണ്ടും സിമിലർ കോൺഫിഗറേഷനിലാണ്. OH എന്ത് ചെയ്യുന്നു, സെയിം റിലേറ്റീവ് പൊസിഷനിലും ആൽക്കഹോൾ പോലെ തന്നെ ഓക്യുപ്പൈ ചെയ്യുന്നു. ആസ് ബ്രോമിൻ ഡസ് ഇൻ ദ ബ്രോമൈഡ്. ബ്രോമൈഡിൽ എങ്ങനെയാണോ ബ്രോമിൻ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും നിൽക്കുന്നത്. സോ വെൻ 2-bromo octane is allowed to react with sodium hydroxide. സോ 2-bromo octane ആണെങ്കിൽ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട്, അതായത് SN2 കണ്ടീഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ വിടുവാണെന്നുണ്ടെങ്കിൽ ഒക്ടനോൾ കിട്ടും. എന്ത് കിട്ടും? ഒക്ടനോൾ കിട്ടും. സോ ഇത് സ്റ്റീറിയോകെമിസ്ട്രി ഓഫ് ബോത്ത് 2-bromo octane ആൻഡ് 2-octanol ആണ് പറയുന്നത്. രണ്ടും കൈറാലാണ് ഞാൻ പറഞ്ഞതുപോലെ. സോ ഫിഷേഴ്സ് പ്രൊജക്ഷനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഫിഷേഴ്സ് പ്രൊജക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. സോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ റിയാക്ടിവിറ്റിയാണ് പറയാൻ പോകുന്നത്. സോ റിയാക്ടിവിറ്റിയിൽ SN2 റിയാക്ഷൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് RX എന്ന് പറയുന്നത് 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി എന്ന രീതിയിലാണ് CH3Xൻ്റെ കാര്യത്തിൽ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, SN2 റിയാക്ഷൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് RXൻ്റെ എന്ന് പറഞ്ഞാൽ CH3Xൻ്റെത് 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി എന്ന രീതിയിലാണ് പോകുന്നത്. സോ ഡിഫറൻസ് ഇൻ റേറ്റ് ബിറ്റ്വീൻ 2 SN2 റിയാക്ഷൻ ക്യാൻ ബി ചീഫ്ലി ഡ്യൂ ടു സ്റ്റീറിക് ഫാക്ടർ. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇങ്ങനെ ബൾക്ക് ചെയ്ത് നിൽക്കുമല്ലേ, അല്ലെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂവൻസ് എത്രത്തോളം ബൾക്ക് ചെയ്യുന്നു അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, S2 റിയാക്ഷൻ്റെ റേറ്റിന് ഡിഫറൻസ് ഉണ്ടാകുന്നു. സോ ബേസിക്കലി റിയാക്ടിവിറ്റി പറയുമ്പോൾ അവർ ചോദിക്കാം, മേ ബി റിയാക്ടിവിറ്റി ഒക്കെ ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. സോ ബൾക്കി ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് SN2 റിയാക്ഷനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സ്റ്റീറിക് എഫക്റ്റ് കാണിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നോട്ട് ഡ്യൂ ടു ഇലക്ട്രോണിക് ഫാക്ടർ. സോ ഇലക്ട്രോണിക് ഫാക്ടർ അല്ല, ഈ ഒരു ബൾക്കി സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സ്റ്റീറിക് എഫക്റ്റ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എബിൾ ടു വിഡ്രോ ഓർ റിലീസ് ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസ് ചെയ്യാനോ പറ്റും. സോ റിലേറ്റീവ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് അയഡിൻ. അതുകൊണ്ടാണ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. സോ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രിയിൽ റിയാക്ടിവിറ്റി കാണിക്കുന്നതിന് കാരണം എന്തെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ SN റിയാക്ഷൻ്റെ മെക്കാനിസം ആൻഡ് കൈനറ്റിക്സ് ഉണ്ട്. സോ ബേസിക്കലി നമ്മളിവിടെ SN2 റിയാക്ഷൻ പഠിച്ചു, ഇവിടെ SN1 റിയാക്ഷൻ്റെ മെക്കാനിസം ആണ് പറയുന്നത്. സോ രണ്ടും സിലബസിൽ മെൻഷൻഡ് ആണ്. ഇതിൽ സത്യം പറഞ്ഞാൽ തിയറി പോർഷൻ എന്ന് പറയുന്നത് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ബാക്കി നമ്മൾ എഴുതുന്നതിലാണ് കാര്യം കേട്ടോ. സോ SN റിയാക്ഷൻ്റെ മെക്കാനിസം, റിയാക്ഷൻ ബിറ്റ്വീൻ ടെർട്ട് ബ്യൂട്ടൈൽ ആൻഡ് ഹൈഡ്രോക്സിഡ് അയൺ. സോ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാണ്? ടെർട്ട് ബ്യൂട്ടൈലും ഉണ്ട്, ഹൈഡ്രോക്സൈഡ് അയണും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അത് റിയാക്ട് ചെയ്തുകൊണ്ട് ടേർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഉണ്ടാവുന്നു. അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. ആൻഡ് ദ റേറ്റ് ഡിപ്പെൻഡ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് ഓൺലി 1 റിയാക്ടൻ. അതായത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ അങ്ങനെ 2 റിയാക്ടൻ്റെയും കോൺസെൻട്രേഷനാണ് പറഞ്ഞത് അല്ലേ, അതനുസരിച്ച് റിയാക്ഷൻ നടക്കാമെന്ന് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, ഒരൊറ്റ കോൺസെൻട്രേറ്റ് റിയാക്ഷനാണ്. ആരാണ്? ടേർട്ട് ബ്യൂട്ടൈൽ ബ്രോമൈൻ്റെ റിയാക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഒരൊറ്റ പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറയുന്നത്. ഇവിടെ എന്താണ്, SN2 വെച്ചാൽ ഫസ്റ്റ് ഓർഡർ ആണ്, രണ്ടും ആവശ്യമാണ്. ഇവിടെയാണെങ്കിലോ അങ്ങനെയല്ല, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലേ. സോ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടോ, ഇവിടെ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, അവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിൻ്റെ വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. അതിനും സ്റ്റീരിയോ കെമിസ്ട്രി ഉണ്ട്. സോ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് 2-bromo octane വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ബേസിക്കലി 2-bromo octane എന്ന് പറയുന്നത് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ആവും അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ ആണ്, പക്ഷെ അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. സോ ബ്രോമോ ഒക്ടീന് കൺവേർട്ട് ഇൻറ്റു ആൽക്കഹോൾ ഉണ്ട് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. സോ ഇവിടെ പാർഷ്യൽ റെസിമൈസേഷനെ കാണാൻ പറ്റും, ഫുൾ റെസിമൈസേഷൻ കാണാൻ പറ്റില്ല. സോ എന്താ റെസിമിക് മിക്സ്ചർ എന്നൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇക്വിമോള മിക്സ്ചേഴ്സിനാണ് നമ്മൾ റെസിമൈസേഷൻ എന്നൊക്കെ പറയുക. സോ ബേസിക്കലി അത് നിങ്ങൾ വിട്ടേക്ക് അത്രയൊന്നും പോകണ്ട. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ബ്രോമൈഡ് അയോൺസ്
ടു ഫോം ബ്രോമൈഡ് അയോൺ ആൻഡ് ഫ്ലാറ്റ് കാർബോക്കേറ്റോൺ. സോ ബേസിക്കലി നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബ്രോമൈഡ് അയൺസും ഫ്ലാറ്റ് കാർബോകാറ്റയോൺസും എന്ത് ചെയ്യുന്നു, ഒപ്റ്റിക്കലി ആക്റ്റീവ് ബ്രോമൈഡ് അയൺസിൽ നിന്ന് ഫോം ചെയ്യുന്നു. ആൻഡ് ന്യൂക്ലിയോഫിലിക് റിയേജന്റ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂക്ലിയോഫിലിക് റിയേജന്റ് എന്ത് ചെയ്യുന്നു, കാർബോണിയം അയോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഏതർ ഫേസ് ഓർ ദ ഫ്ലാറ്റ്, ഒന്നെങ്കിൽ നേരെയാകാം അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് എവിടെ വേണമെങ്കിലും പോയിട്ട് അറ്റാച്ച് ചെയ്യാം. സോ അറ്റാക്ക് പ്യുവർലി റാൻഡം ആണ്. അതായത് ഇപ്പം അറ്റാക്ക് എന്ന് പറയുന്നത് പ്യുവർലി എങ്ങനെ വേണമെങ്കിലും പോയി ഇരിക്കുവാണ്, റാൻഡംലി പോയി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഈക്വൽ ഐസോമേഴ്സിനെ കിട്ടും കേട്ടോ, 2 ഈക്വൽ ഐസോമേഴ്സിനെ കിട്ടും. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, റെസിമിക് മോഡിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് റാൻഡം ആയതുകൊണ്ട് തന്നെ എന്താ നമുക്ക് 2 ഐസോമേഴ്സ് നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് പറയാൻ പറ്റും. സോ വി ക്യാൻ സേ ഇൻ കോൺട്രാസ്റ്റ് S2 റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് വിത്ത് കംപ്ലീറ്റ് ഇൻവേർഷൻ. സോ ഇവിടെ കംപ്ലീറ്റ് ഇൻവേർഷൻ SN2 റിയാക്ഷനിൽ ഉണ്ട്. പക്ഷേ SN1 റിയാക്ഷൻ പ്രൊഡ്യൂസ് വിത്ത് റാൻഡമൈസ് ത്രൂ മേ നോട്ട് ബി കംപ്ലീറ്റ്. സോ SN1ലാണെങ്കിൽ റാൻഡമൈസേഷൻ അല്ലെങ്കിൽ റെസിമൈസേഷൻ ആണ് അല്ലെ, നമ്മൾ റാൻഡംലി ആണ് പിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. സോ ഇവിടെ എന്താണ്, റെസിമൈസേഷൻ പ്രൊഡ്യൂസ് ത്രൂ മേ നോട്ട് ബി കംപ്ലീറ്റ്. സോ റെസിമൈസേഷൻ എന്ത് ചെയ്യണം എന്നില്ല, കംപ്ലീറ്റ് ആകണം എന്നുള്ളത് ഇല്ല. സോ ഇവിടെ SN2 റിയാക്ഷൻ ആണ്, ഇവിടെ SN1 റിയാക്ഷൻ്റെ കാര്യമാണ്. രണ്ടും തിരിഞ്ഞു പോകരുത്. സോ SN2 ഓക്കെ, SN1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കംപ്ലീറ്റ്ലി പിക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രം ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇൻവേർഷൻ കണ്ടോ ഇങ്ങനെ പോകും, ബോട്ടം ആണെങ്കിൽ തിരിച്ചു പോകും. സോ ഇത് ഉണ്ടാവുന്നത് അതിൻ്റെ റാൻഡംലി പിക്ക് ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെയും എന്താണ്, റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റേബിൾ കാർബോണിയം അയൺ. സോ ഇവിടെ പറയുന്ന സ്റ്റേബിൾ കാർബോണിയം അയൺ അനുസരിച്ചിട്ടാണ് ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ടിവിറ്റി പറയുന്നത്. സോ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. റിയാക്ടിവിറ്റി ഓർഡർ പറയുന്നുണ്ട് 3 ഡിഗ്രി 2 ഡിഗ്രി 1 ഡിഗ്രി എന്ന രീതിയിലാണ്. നേരത്തെ അവിടെ പറഞ്ഞപ്പോൾ തിരിച്ചാ പറഞ്ഞത്. സോ രണ്ടിനും ഡിഫറൻസ് അത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. സോ ഇത് അക്വസ് KOH വെച്ചുള്ള റിയാക്ഷൻ ആണ് പറയുന്നത്. ആൽക്കൈൽ ഹാലൈഡ് അക്വസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോൾ ഫോം ചെയ്യുന്നു. ഹാലജൻ ആറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് OH ഗ്രൂപ്പ് വെച്ചിട്ടാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് റിയാക്ഷൻ വിത്ത് മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് ആണ്. സോ ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് സസ്പെൻഷൻ ഓഫ് സിൽവർ ഓക്സൈഡ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ സസ്പെൻഷൻ ഓഫ് സിൽവർ ഓക്സൈഡും കൂടെ ഉണ്ട്. എന്ത് ചെയ്യുന്നു, ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മോയിസ്റ്റ് either produce alcohol. So halogen atom is substituted with by OH group. So halogen atom എന്ത് ചെയ്യുന്നു, OH group വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് റിയാക്ഷൻ വിത്ത് RCOOAg ആണ്. സോ ഇവിടെയും ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് സിൽവർ സോൾട്ട് ആണ്. ഇത് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് സിൽവർ സോൾട്ട് ആണ്. സോ അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എസ്റ്റർ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതുപോലെ ഞാൻ വേറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, 3 പഠിച്ചാൽ മതിയായിരിക്കും, 2-3 ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ അയോഡിൻ റിയാക്ട് വിത്ത് സിൽവർ നൈട്രേറ്റ് ആണ്, നൈട്രോ ആൽക്കൈൻസ് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഏതാണോ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ അതിന് കറസ്പോണ്ടിങ് ആണ് ഉണ്ടാവുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് എലിമിനേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് KOH ആണ്. എന്താണ്, ആൽക്കഹോളിക് KOH ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ ആൽക്കൈൽ ഹാലൈഡ്സ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, ആൽക്കീൻസ് കിട്ടുന്നു. ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു ഫോം ആൽക്കീൻസ് ആണ്. റിയാക്ഷൻ ഇൻവോൾവ്സ് എലിമിനേഷൻ ഓഫ് HX ഫ്രം ദ ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് HXന്റെ റിമൂവൽ ആണ് വരിക. ആൻഡ് കോൾഡ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ നമ്മൾ എന്ത് പറയുക, ഡീഹൈഡ്രോ ഹാലോജനേഷൻ റിയാക്ഷൻ എന്ന് പറയുക. സോ മെക്കാനിസം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി വെക്കുക. ബിക്കോസ് റിയാക്ഷൻസ് തന്നെ എടുത്ത് ചോദിക്കേണ്ടാവും, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സോ ജസ്റ്റ് മെക്കാനിസം നോക്കി വെക്കുക. സോ ഇവിടെ പൊട്ടാസ്യം മെത്തോക്സൈഡ് സ്ട്രോങ് ബേസ് ആണ്. സോ ഇവിടെ ഇൻ ഫേവർ ഓഫ് എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ എലിമിനേഷൻ വേണമല്ലോ, നമുക്ക് എലിമിനേഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എലിമിനേഷനും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും കോമ്പറ്റീഷൻ വഴി നടക്കുക. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈഥിൽ ബ്രോമൈഡിന്റെ കേസിൽ ആൽക്കഹോളിക് KOH വെക്കുമ്പോൾ either എത്തിലിനോ അല്ലെങ്കിൽ ഡൈ ഈഥിൽ ഈഥറോ കിട്ടും. അപ്പം ഇവിടെ എന്താണ്, കോമ്പറ്റീഷൻ വഴിയിട്ടാണ് നടക്കുക. അപ്പം എങ്ങനെയാണ് പോയി അറ്റാച്ച് ചെയ്യുന്ന റിമൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് ഉണ്ടാവുക. സോ മെക്കാനിസം നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ റേറ്റ് ഓഫ് എലിമിനേഷൻ ടു സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് എക്സ്പെരിമെന്റൽ കണ്ടീഷൻ. അപ്പം എത്രയാണ്
ഈ ഒരു റേറ്റ് ഓഫ് എലിമിനേഷൻ ടു സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര രീതിയിലാണ് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൽക്കിൽ ഹാലൈഡിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടായിരിക്കും. എന്തായിരിക്കും? ആൽക്കിൽ ഹാലൈഡിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടായിരിക്കും. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കിൽ ഹാലൈഡ്സ് അണ്ടർഗോ ഡീഹൈഡ്രോജനേഷൻ ബൈ E2 മെക്കാനിസം. സോ പ്രൈമറിയും സെക്കൻഡറി ഹാലൈഡ്സ് എന്ത് ചെയ്യുന്നു? E2 മെക്കാനിസം വഴിയിട്ടാണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഉണ്ടാകുന്നത്. ഇനി ടെറിഷറി ഹാലൈഡ്സ് ആണെങ്കിൽ ഡൂസു ബൈ E1 മെക്കാനിസം. ടെറിഷറി ആണെങ്കിൽ E1 മെക്കാനിസം ആണ്. സോ നമ്മൾ ഓൾറെഡി സേറ്റ്സ് ഓഫ് റൂൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കി വെക്കുക. ബേസിക്കലി സബ്സ്റ്റിറ്റ്യൂഷനും ഇതും വരയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. ബാക്കി എന്ത് മറന്നാലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. സോ അവിടെ തന്നെ റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം, അതായത് മേജർ പ്രൊഡക്റ്റ് 2-ബ്യൂട്ടൈൻ, അത് മാത്രമല്ല ഡൈ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ്റെയും മേജർ കുറച്ച് റിയാക്ഷൻസിൽ Mgൻ്റെയും ലിഥിയവും കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഫെഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൽക്കൈൽ ഹാലൈഡ്സ് ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 ആണ്. അങ്ങനെ ആൽക്കൈൽ ബെൻസീൻസ് ഉണ്ടാവും. എന്തുണ്ടാവും? ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് ചെയ്യും വിത്ത് ബെൻസീനുമായിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 ആണ്. അങ്ങനെ ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാവും. സോ ഹാലജനേഷൻ പറയണ്ടല്ലോ. ആൽക്കൈൽ ഹാലൈഡ്സ് ക്ലോറിനോ BRO വെച്ചിട്ട് പ്രസൻസ് ഓഫ് UV ലൈറ്റിൽ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ പോളി ഹാലോജനേറ്റ് ഡെറിവേറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഞാൻ പറയണ്ട, നമ്മൾ ഓൾറെഡി ഹാലജനേഷൻ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ക്ലിയർ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഓർഗനം സ്ട്രക്ചർ യൂസ് ആണ്. സോ ഇവിടെ സ്ട്രക്ചേഴ്സ് എല്ലാം പഠിക്കുക. ഈഥൈൽ ക്ലോറൈഡ് ഉണ്ട്. സോ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ റെഫ്രിജറൻറ്റിലും അനസ്തെറ്റിക്കിലും എയറോസോൾ സ്പ്രേ പ്രൊപ്പലൻ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട് തിക്കനിങ് ഏജൻറ്റ്, പിന്നെ നമ്മൾ പെയിൻ്റ് കട്ടി കൂടാനില്ല അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡെന്റിസ്ട്രീസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇഞ്ചെക്ഷൻസ് മൈനർ സർജറീസിലൊക്കെ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള മൈനർ ഇഞ്ചുറി റിലീഫിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല നമ്മൾ ടെട്രാ ഈഥൈൽ ലെഡ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇത് ഗസലോയിൻ ഇല്ലേ, ഗസലോയിൻ്റെ ഒക്കെ ഫ്ലെയിം ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡിക്റ്റീവ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ക്ലോറോഫോം ആണ്. ബേസിക് യൂസ് അനസ്തെറ്റിക് തന്നെയാണ്. സോ ഇതിന്റെ സ്ട്രക്ചറൊക്കെ പഠിക്കണം കേട്ടോ. സോ സോൾവെന്റിൽ ഫാറ്റ്, ഓയിൽ, റബ്ബർ, ആൽക്കലോയിഡ്സ്, വാക്സ്, റെസിൻസ്, അയഡിൻ്റെ ഒക്കെ ഒരു ഗുഡ് സോൾവെന്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ ക്ലീനിങ് ഏജന്റ് ആണ്, ലബോറട്ടറി റീഏജന്റ് ആണ് എന്നുള്ളതാണ്. ഒരു 3-4 യൂസ് നോക്കി വെച്ചാൽ മതിയാവും. സോ നെക്സ്റ്റ് വൺ ഈസ് ട്രൈക്ലോറോ എത്തിലിൻ ആണ്. സോ ബേസിക്കലി സോൾവെന്റ് ആണ്. പിന്നെ ഇറ്റ് ഈസ് യൂസ് ടു എക്സ്ട്രാക്ട് വെജിറ്റബിൾ ഓയിൽ ഫ്രം പ്ലാന്റ്. സോ പ്ലാന്റിന് വെജിറ്റബിൾ ഓയിൽ എടുക്കുക, എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ കോഫിയിൽ കഫിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മെറ്റൽ പാർട്ടുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ വാട്ടർലെസ് ഡ്രൈയിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സോൾവെന്റ് ആണ് ട്രൈക്ലോറോ എത്തിലിൻ എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ട്രൈ കഴിഞ്ഞാൽ ടെട്രാ ക്ലോറിൻ എത്തിലിൻ ആണ്. സോ ഇൻഫ്ലേമബിൾ ആണ് കേട്ടോ. ഡ്രൈ ക്ലീനിങ് സോൾവെന്റ് സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഇല്ലേ, CFC ഒക്കെ ഇല്ല, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ടെട്രാ ക്ലോറോ എത്തിലിനാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഓയിൽ റിമൂവൽ, ഈ ഫാബ്രിക്കേഷന് ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോൾവെന്റും കൂടെയാണ് ടെട്രാക്ലോറിൽ ഈഥൈൽ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡൈക്ലോറോ മെഥൈൻ ആണ്. സോ സോൾവെന്റ് ആണ് കേട്ടോ. ബേസിക്കലി ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട് ഒരു കോമൺ സോൾവെന്റ് ആണ്. സോ ഡീഗ്രീസർ ആണ്, പെയിന്റ് സ്ട്രിപ്പേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫുഡ് ഇൻഡസ്ട്രിയിൽ കോഫി, ടീയിലൊക്കെ ഡീകഫിനേഷന് വേണ്ടിയിട്ട്, കഫീൻ്റെ റിമൂവലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എയറോസോൾ സ്പ്രേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ബേസിക്കലി മെച്ചിൽ ടെസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡൈക്ലോറോ മെഥൈൻ. സോ നെക്സ്റ്റ് വൺ ഇസ് ടെട്രാക്ലോറൈൽ മീഥൈൻ ആണ്. സോ സ്ട്രക്ചർ നോക്കുക. സോ ഫയർ എക്സ്റ്റിംഗ്വിഷറിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോൾവെന്റ്, ഓർഗാനിക് സോൾവെന്റിൽ ഒരു കോമൺ സോൾവെന്റ് ആണ്. ഫ്യൂമിഗൻസ് മീൻസ് കത്തിക്കാനൊക്കെ ഇല്ല, അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോ ഹുക്ക് വേം ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഐഡോഫോം ആണ്. ഡിസിൻഫെക്റ്റന്റ് ആണ്, ആന്റിസെപ്റ്റിക് ആണ്. ഐഡോഫോം എന്ന പേര് വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്റ്റെറിലൈസേഷന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഐഡോഫോം എന്ന് പറഞ്ഞാൽ. പിന്നെ പട്ടികളുടെയൊക്കെ ചെവിയിലൊക്കെ ഇയർ പൗഡറിലൊക്കെ ഇല്ല, അതിലൊക്കെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയേ ഉള്ളൂ. കോമ്പൗണ്ട്സുകളെല്ലാം നന്നായിട്ട് നോക്കുക, അതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കി വെക്കുക. ഇറ്റ്സ് ബിക്കോസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക. കാര്യം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാമല്ലോ, അപ്പോൾ എളുപ്പമുള്ള സ്ട്രക്ചേഴ്സ് ആണ്. സോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചേഴ്സ് എളുപ്പം പഠിക്കാൻ പറ്റും. സോ എനിക്കറിയാം S1 ഉം S2 ഉം ഇച്ചിരി ഒരു ടഫാണ്, റിയാക്ഷൻസ് പറഞ്ഞാൽ ടഫാണ്. പക്ഷേ പഠിച്ചാൽ എളുപ്പമാണ്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് തീർന്നൊരു ചാപ്റ്ററാണ്. അധികം അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് ഒക്കെ മാത്രമേ പറയുന്നുള്ളൂ. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.